എല്ലാവർക്കും TPN കുക്കിംഗ് ബ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്ന ബ്രോസ്റ്റഡ് ചിക്കൻ കേട്ടോ. ബ്രോസ്റ്റഡ് ചിക്കൻ. അപ്പൊ ഒരു 2 മണിക്കൂർ നമുക്ക് ഉപ്പ് സുർക്കലും അത് വെള്ളത്തിൽ ഇട്ട് വെക്കുന്നുണ്ട്. അതിനുള്ള ആവശ്യമായിട്ടുള്ള വെള്ളം ഞാൻ എടുക്കുന്നുണ്ട്. അപ്പോൾ 2 മണിക്കൂർ വെള്ളത്തിൽ ഇട്ട് വെക്കണം കേട്ടോ. അപ്പൊ അതിനുള്ള വെള്ളം ഞാനിത് വെച്ചിട്ടുണ്ട്. അതിന്റെ ആവശ്യമായിട്ടുള്ള കുറച്ച് സുർക്കട്ടാ ഇത്തിരി ഉപ്പും കൂടെ ഇട്ടുണ്ട് കേട്ടോ. സുർക്ക ഉപ്പും ഇല്ലേ. നമ്മൾ ഈ കോഴി എന്ത് ചെയ്യാം, നമുക്ക് അതിലേക്ക് 2 മണിക്കൂർ ഇട്ട് കഴിഞ്ഞാൽ കോഴി അങ്ങനെ സൂപ്പറായിട്ട് ഉള്ളൊക്കെ നല്ല ഉപ്പും കൂടിയൊക്കെ പിടിച്ചിട്ടുണ്ട് വരും കേട്ടോ. ഇതിൻ്റെ ശേഷം നമുക്ക് പണി തുടങ്ങാം. അപ്പോൾ 2 മണിക്കൂർ ബ്രേക്ക് കേട്ടോ. ഇഞ്ചി, വെള്ളുള്ളി, പച്ചമുളക്, വേപ്പില, കറിപ്പത്ത, അപ്പോൾ അത് 4ഉം കൂടെ ഞാൻ ഒന്ന് മിക്സിയിലിട്ടിട്ടൊന്ന് പേസ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. കോഴി തയ്യാറായിട്ടുണ്ട് കേട്ടോ. 2 മണിക്കൂർ ഇട്ട കോഴി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അത് നമ്മളൊരു അല്പപാത്രത്തിലേക്ക് മാറ്റാൻ പോകണം. പിന്നെ അതിൻ്റെ ചേരുവകളൊക്കെ ഞാനിപ്പോൾ കാണിച്ചു തരും. പേസ്റ്റാക്കി വെച്ച ഇഞ്ചി, വെള്ളുള്ളി, പച്ചമുളക്, കറിവേപ്പില, മല്ലിച്ചപ്പ് കേട്ടോ. അതിട്ട് നമ്മൾ അടുത്തതായിട്ട് ചെയ്യാൻ പോകുന്നത് കോഴിമുട്ട. കോൺഫ്ലവർ, വൈറ്റ് പെപ്പർ. അടുത്തതായിട്ട് നമ്മൾ കാണിക്കാൻ ബ്രോസ്റ്റ് പൗഡർ കേട്ടോ. അതിടാൻ പോകുന്നുണ്ട്. ബ്രോസ്റ്റ് ഇതിലാണ് പൗഡർ ചെയ്യുക കേട്ടോ. ഇത്തിരി വെള്ളം വെച്ചിട്ട് ഞാൻ നന്നായിട്ടൊന്ന് കുഴക്കുന്നുണ്ട് കേട്ടോ. കുഴക്കോളെ. അത് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യാം. ഉപ്പും പുളിയൊക്കെ നോക്കട്ടെ കേട്ടോ. മസാല പോയിട്ടുണ്ട്. ഓക്കെ, നന്നായിട്ടൊന്ന് കുഴച്ച് ഈ ബ്രോസ്റ്റഡ് നമ്മളെ സ്റ്റൈലാട്ടോ. ബ്രോസ്റ്റഡ് പല കോലത്തിലും അടിക്കുന്നത്. ഇത് TPN ബ്രോസ്റ്റഡാണ്. ആ സ്റ്റൈലാണ് നമ്മൾ അടിക്കുന്നത്. അപ്പം നമ്മളൊരു സുഹൃത്തിന് നമ്മൾ ബ്രോസ്റ്റഡ് തന്നെ വേണം എന്നുള്ള നിർബന്ധ പ്രകാരമാണ് ഞാനിത് ചെയ്തത്. അവർ ഗൾഫിൽ നിന്ന് വന്നതാണ്. അപ്പോൾ ഒരു ഫാമിലിനൊക്കെ ആയിട്ടൊരു പിന്നെ ഒരു വിരുന്നാണ്. അപ്പം അതിനാണ് ഈ ചെയ്യുന്നത് കേട്ടോ. ഈ ഓട്സ് നമ്മൾ ഇതിൽ മിക്സ് ആക്കും. അതായത് ഓട്സ് കവർ ചെയ്തിട്ടാണ് നമ്മൾ ബ്രോസ്റ്റ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ അതെല്ലാവർക്കും കാണാം. ഒന്ന് അരിച്ചെടുക്കുന്നുണ്ട്. അപ്പൊ നമ്മള് ബ്രോസ്റ്റ് പീസ് ആട്ടത് ഇത് നമ്മൾ എന്ത് ചെയ്യുന്ന അറിയോ, അതാ ഓട്സിൽ ഇങ്ങനെ മുക്കിങ്ങാണ്ട് ഇങ്ങനെ വെക്കും. അപ്പൊ നമ്മളെ ബ്രോസ്റ്റിന് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഓയിലിടാൻ പോകട്ടോ. ഓയിലിട്ടിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, ബ്രോസ്റ്റ് നമ്മളെ എണ്ണച്ചട്ടിക്ക് ഇടാൻ പോകട്ടോ. സൺഫ്ലവർ ഓയിൽ കേട്ടോ. ഏകദേശം ആവാനായിട്ടുണ്ട് കേട്ടോ. ഇതിന്റെ പേരാണ് YFC ചിക്കൻ, അതായത് യൂസഫ് റെഡ് ചിക്കൻ. അതാണ് അതിന്റെ സത്യം. അപ്പൊ അതാണ് നമ്മളെ കൂട്ടാണ്. അതുകൊണ്ടാണ് നമ്മളെ പേരുണ്ട് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഏത് രീതിയിലും വേണമെങ്കിൽ ഉണ്ടാക്കാം. ഇപ്പൊ നമ്മളൊരു റെസിപ്പി ചെയ്യുന്നത് ഏകദേശം ആയിട്ടുണ്ട്.
അത് ഞാൻ ഇടുന്നുണ്ട്. നമ്മളെ ഫ്രഞ്ച് ഫ്രൈസ് ഒരു 5 മിനിറ്റ് ഇങ്ങനെ കിടന്നു കഴിഞ്ഞാൽ തന്നെ തയ്യാറാവും കേട്ടോ. നമ്മളെ ഫ്രഞ്ച് ഫ്രൈസ് ബ്രോസ്റ്റ് ചിക്കൻ റെഡി ആട്ടോ. റെഡി എടുത്താ നമുക്ക് നല്ല വെയിറ്റ് ഉണ്ട്. കാരണം 3-3.5 കിലോ ഉണ്ട്. അപ്പൊ ഞങ്ങൾ തട്ട് നിറച്ചുകൊണ്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്സര ഇതാ ഒരു പീസ് എടുത്തിട്ട് അപ്സലിന് കൊടുക്കുന്നുണ്ട് ടേസ്റ്റ് ചെയ്യാൻ. സൂപ്പർ നന്നായിട്ട് വെന്തിട്ടുണ്ട്. എല്ലാം കൊണ്ടും ഓക്കെയാണ്. ഇതാണ് YFC. ഓക്കെ. അപ്പോൾ യൂസ്ഫാദാൻ്റെ ഫ്രൈഡ് ചിക്കൻ ആണിത്. YFC യൂസഫ് ഫ്രൈഡ് ചിക്കൻ. അപ്പോൾ നമുക്ക് ടേസ്റ്റ് ചെയ്ത് എനിക്ക് സൂപ്പറാണ്. സൂപ്പറാട്ടോ, അടിപൊളി, നല്ല ടേസ്റ്റ് ഉണ്ട്. എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്യാം കേട്ടോ. നിർബന്ധമായിട്ടൊന്ന് ട്രൈ ചെയ്യാം.